ചർച്ചയിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് JSK എമ്പുരാൻ പോലത്തെ സിനിമകൾ മനഃപൂർവ്വം വിവാദം സൃഷ്ടിച്ച് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നോക്കുകയാണെന്നതാണ്. അപ്പൊ ചർച്ചയ്ക്ക് എന്റെ കൂടെ ഒപ്പം ഉള്ളത് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട സന്തോഷ് വർക്കി, അത് ആറാട്ടാണ്, പിന്നെ നമ്മുടെ സൂര്യനുണ്ട്. അപ്പൊ അണ്ണ എന്താണ് തോന്നുന്നത്, ശരിക്കും മനഃപൂർവ്വം പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി ഇപ്പൊ മലയാള സിനിമകൾ ഇറക്കി ജനങ്ങളെ പറ്റിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കാൻ തോന്നിയിട്ടുണ്ടോ? ശരിയാണ്. ഒരുപാട് അത് ഹിന്ദിയിലോ ബോളിവുഡിലോ തുടങ്ങിയാണ്. ഈ പരിപാടി തുടങ്ങിയത് അമീർഖാണ്. ഇപ്പൊ അത് മലയാളത്തിലും ചെയ്യാം. അമീർഖാൻ പടം പോയില്ല PK. അമീർഖാൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ആ പരിപാടി. ബോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ, കാരണം ഭയങ്കര വലിയ ബഡ്ജറ്റ് പടങ്ങൾ ഓടണമെങ്കിൽ അവർക്കൊരു മിനിമം 1300 കളക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസർ ചിലവാക്കി ക്യാഷ് കിട്ടില്ല. അതിനുവേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഹൈപ്പ് മറ്റേ എല്ലാം. ഇപ്പൊ ഓഡിയൻസ് ഭയങ്കര ഹൈപ്പാണ് കൊടുത്തത്. നല്ല ഇനീഷ്യൽ കളക്ഷനും അവർ അത്രയ്ക്ക് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് 1300 കളക്ഷൻ കിട്ടിയാൽ അവർക്ക് ചിലവാക്കിയെങ്കിൽ കിട്ടുള്ളൂ. കിങ് ഓഫ് കോർത്തല്ല ഹൈപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ്. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് JSK കോൺട്രവേഴ്സി നാച്ചുറലായിട്ട് ഉണ്ടായെന്ന് തോന്നുന്നു. അത് അവർ തന്നെ ഉണ്ടാക്കിയാണോ അറിയില്ല. ഇറങ്ങിയിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് ഇന്ത്യയിലാണ്, ബോളിവുഡിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അമേരിക്ക മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. അല്ല, ഇപ്പൊ JSK ഇപ്പൊ ഏറ്റവും 90% ആളുകൾ പറയുന്നത് ഇത് മനഃപൂർവ്വം വിവാദം സൃഷ്ടിച്ച് ആളുകളെ സെൻസർ ബോർഡ് പ്രശ്നമാക്കിയത്. അല്ല, സെൻസർ ബോർഡ് ഇതിനു മുമ്പ് സെൻസർ ചെയ്ത് കൊടുത്തായിരുന്നല്ലോ പടം. അപ്പൊ അവർ കണ്ടില്ലേ പടം? ട്രെയിലറും ടീസറൊക്കെ ഇറങ്ങിയപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഡേറ്റ്, അതായത് 27-ാം തീയതി പടം കണ്ടത്, 20-ാം തീയതി അല്ലേ, 27-ാം പടം കണ്ടായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പാണ് ഈ പറയുന്ന വിവാദം സൃഷ്ടിച്ചിട്ട് പടം ശരിക്കും ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് ആ ഡേറ്റിൽ തന്നെ ഇറങ്ങും എന്നുള്ള ഞങ്ങളുടെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ ഡേറ്റിൽ തന്നെ ഇറങ്ങും എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷെ ഇപ്പൊ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമരത്തിലേക്ക് പോകുന്നു. ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ ഒരു രീതിയിലേക്ക് സംഘടനകളെല്ലാവരും ഒരുമിച്ച് സെൻസർ ബോർഡിനെതിരെ സമരം ചെയ്തതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. കാരണം ഇതില് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നുമില്ല, എല്ലാ സംഘടനയും ഒരുമിച്ച് നിന്നിട്ടാണ് സെൻസർ ബോർഡിനെതിരെ സമരത്തിന്. സുരേഷേട്ടൻ അമ്മയിലേക്ക് വന്നിട്ട് അധികം ആളായിട്ടില്ല, രണ്ടാമത് തിരിച്ചു വന്നിട്ട് അധികം നാളായിട്ടില്ല. ഇതിന്റെ പ്രശ്നക്കാരൻ സെൻസർ ബോർഡ് ഇല്ലേ, ഇവരെ കുറ്റപ്പെടുന്നത്. സെൻസർ ബോർഡ് ഒരു യുക്തിയില്ലാത്ത ഈ പറഞ്ഞ പ്രശ്നമായത്. അല്ല, പക്ഷെ ഈ ജാനകി എന്നുള്ള പേരിന്റെ ഇതാണ് പറയുന്നത്. സീതയുടെ പേരാണ് ജാനകി എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. സെൻസർ ബോർഡിന്റെ അബദ്ധമാണ്, സെൻസർ ബോർഡ് ഉണ്ടാക്കിയതാണ്. പക്ഷെ പല PROമാരും അല്ലെങ്കിൽ പല ഡയറക്ടേഴ്സും പറയുന്നത് ഇതിനു മുമ്പ് പല സിനിമകളിലും ജാനകി എന്നുള്ള പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അന്ന് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സിനിമയിൽ ജാനകി എന്നുള്ള പേര് മാറ്റി അദ്ദേഹം കണ്ടപ്പോ പറഞ്ഞത്, ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുമ്പോ റീസെന്റ് ഫേസ്ബുക്കിൽ പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിബി മലയിലിനെതിരെ എന്നെ കൊല്ല് എന്നുള്ള രീതിയിൽ പുള്ളി ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സെൻസർ ബോർഡിന്റെ ഈ ഇഷ്യൂ, സെൻസർ ബോർഡിന് അന്ന് ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ പറ്റിയപ്പോൾ പുള്ളി പറഞ്ഞത് സെൻസർ ബോർഡ് ഭയങ്കര രീതിയിൽ ഇതേപോലെ നമ്മുടെ ഇവിടെ സാധാരണക്കാർ പടങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ. ഇപ്പൊ പുള്ളി പേര് മാറ്റിയതൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ജയന്തി എന്ന കഥാപാത്രത്തിന്റെ പേരെന്തോ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കുറെ ഡയലോഗ്സ് 98 ടൈംസ് എന്തോ ആ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, ആ ലിപ്പ് അനുസരിച്ചിട്ട് അപ്പൊ ജാനകി എന്നത് കൊടുത്ത് ഇതിപ്പോ മറ്റേ കടുവയുടെ സമയത്ത് ഓർമ്മയുണ്ടോ? കടുവയും ഇതേപോലെ തന്നെ പേര് മാറ്റി ആ കഥാപാത്രത്തിന്റെ പേര് ഇതിലും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പം 2 തവണയും ഹർജിക്ക് കൊടുത്തപ്പോഴും തള്ളി. 2 തവണ വകയായിട്ട് ഒരു ലോജിക്കില്ലാത്ത വളരെ ബാലിശമായ തീരുമാനമാണ്. ഒരു ലോജിക്കും ഇല്ല. അപ്പൊ എന്തായാലും ഒരു കോമഡി ഞാൻ ചോദിക്കുന്നത്, മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ട് മലയാള സിനിമയില് ഇപ്പൊ നേരത്തെ പറഞ്ഞു ബോളിവുഡിൽ നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ എമ്പുരാന് ഇതേപോലെ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം പൃഥ്വിരാജിന്റെ പിന്നെ 7 അയൽവക്കത്തെ കണ്ടിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞത്, അതായത് BJPയുടെ ഇതിനെ പറ്റിയിട്ടുള്ള പറഞ്ഞത് അവർ ഒരാൾ പോലും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, ഇവര് തന്നെ ഒരു തീരുമാനമെടുത്ത്, അതായത് അത് മോഹൻലാൽ ഉൾപ്പെടെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ മേജർ രവി ഇതിന്റെ മെയിൻ ആൾ മുരളി ഗോപിയാണ്. പുള്ളി കമ്മ്യൂണിസ്റ്റ് ആണ്. പുള്ളി മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് മാപ്പ് പറഞ്ഞല്ലേ. ആ ഒരു സമയത്ത് മുരളി ഗോപിനെ പൊക്കി അല്ലെങ്കിൽ റീൽസും കാര്യങ്ങളും വന്നു, നട്ടലുള്ള ആള് എന്നൊക്കെ പറഞ്ഞു വന്നു.
പിന്നെ മേജർ റിവ്യൂ പറഞ്ഞത് കോൺട്രവേഴ്സി സിനിമ റിലീസ് ചെയ്ത ശേഷമാണ്, മുമ്പല്ല. ആയിക്കോട്ടെ, പക്ഷെ മുമ്പ് ഇവര് കുറെ ആ ഒരു കോൺട്രവേഴ്സി ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജ് തള്ളരുത് പടം അങ്ങനെയാണ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. കോൺട്രവേഴ്സി ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോൺട്രവേഴ്സി ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇത്ര വിജയമാകുമായിരുന്നു എന്ന് തോന്നുന്നു. കോൺട്രവേഴ്സി ആയിട്ട് അവർ ഒരുപാട് മാർക്കറ്റിംഗ് നടത്തി, ഒരുപാട് സ്ഥലത്ത് പോയി. കോൺട്രവേഴ്സി പിന്നെ ആ മാർക്കറ്റിംഗ് വർക്ക്ഔട്ട് ആവാത്തത് കൊണ്ടാണ് ഈ കോൺട്രവേഴ്സി കൊണ്ടുവന്നത് തോന്നുന്നത്. കോൺട്രവേഴ്സി പ്ലാൻഡ് ആണെന്ന് അറിയില്ല. കാരണം അതിനെ പറ്റിയിട്ട് പിന്നീട് ആരും സംസാരിച്ചിട്ടില്ല. ഡയറക്ടർ സംസാരിച്ചിട്ടില്ല, സ്ക്രിപ്റ്റ് റൈറ്റർ സംസാരിച്ചിട്ടില്ല. മോഹൻലാൽ മാത്രമാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ, ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ പറയുന്ന ഇതിന്റെ മെയിൻ നെടുങ്കുടികൾ എന്ന് പറയുന്ന ഒരാൾ പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്, ഇന്ന് വരെ. അപ്പൊ എന്താ തോന്നുന്നത്? ഒരു എക്സ്പ്ലനേഷൻ ആരും കൊടുത്തിട്ടില്ല, ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ മോഹൻലാൽ സിനിമ കണ്ടോ ഇല്ലയോ അതിനെ കുറിച്ച് മോളെ ഒരു ഇന്റർവ്യൂടെ പറഞ്ഞ് കണ്ടെന്ന് പറയുന്നു, പിന്നെ കണ്ടില്ലെന്ന് പറയുന്നു. ആര് പറഞ്ഞു? മോളെ ഒരു ഏഴ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മാർക്കറ്റിംഗ് കണ്ടെന്ന് പറഞ്ഞു. പിന്നെ മേജറുകളൊക്കെ അവിടെ കണ്ടിട്ടില്ല. സാധാരണ പുള്ളി പടം കാണാറില്ല, റിലീസിന് കാണാറുള്ളൂ. നിങ്ങളുടെ മേജർ റിവ്യൂ പറഞ്ഞു, നമുക്കറിയില്ല. പക്ഷെ ആദ്യം പുള്ളിയല്ലേ മെയിൻ സ്ഥലം, അപ്പൊ പുള്ളിയുടെ കഥ ഡിസ്കസ് ചെയ്യും. അതാണല്ലോ മേജർ റിവ്യൂ പറഞ്ഞത്. കഥ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് കഥകൾ മാറും, മോഹൻലാലിനെ ഡബ് ചെയ്യാൻ വരുന്ന മോഹൻലാലിന്റെ സീനുകൾ മാത്രമേ കാണും എന്നാണ് മേജർ റിവ്യൂ പറയുന്നത്. പുള്ളിയുടെ ഭാഗം ചെയ്തിട്ട് പോവുക, അങ്ങനെയാണ്. നേരത്തെ ഇൻവോൾവ് ചെയ്യില്ല. ദിലീപ് തെറ്റിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയില്ല, അറിയാം. അതേപോലത്തെ സംഭവമല്ലോ, ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ എന്തിപ്പോ JSKയുടെ സിനിമയെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇപ്പൊ ട്രെയിലറൊക്കെ ഇറങ്ങി, ഇപ്പൊ എന്തായാലും ഷുരുമുണ്ട് JSKയെ കുറിച്ച് മുമ്പ് അമേരിക്ക ടർക്കിഷ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു കളിയാണ്. ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കളി കളിച്ചിരുന്ന അമേരിക്കാണ്. പണ്ട് PK ഇറങ്ങുന്ന മുമ്പ് ആ ഫോട്ടോ അതുണ്ടാക്കി. ഇതിലൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്, നെഗറ്റീവ് മാർക്കറ്റിംഗാണ് ചെയ്യുന്നത്. പിന്നെ വേറെ നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് ഹൈപ്പ് കൊടുക്കുന്നത്. മോഹൻലാലിന്റെ സാഹചര്യം ലെസ്റ്റാക്കി OTN കുഞ്ഞാലി മരണി ഇതൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുക. അത് ഈ 3 ദിവസത്തെ ഫസ്റ്റ് കളക്ഷൻ. പക്ഷെ അത് ഉദാഹരണം നോക്കി ജനങ്ങളെ പറ്റി പ്രതീക്ഷിക്കുന്ന ഇനിയാണ് ഈ പ്രതീക്ഷ വെച്ചിരിക്കുന്ന സിനിമ. ഇനിയിപ്പോ മോഹൻലാലിനെ ഇറങ്ങാനുള്ള സത്യനന്ദിക്കാട് കൂടല്ലേ? അത് ഞാൻ എന്തിനാ അങ്ങനത്തെ പറഞ്ഞു. സത്യത്തിക്കാട് എപ്പോഴും ഒരേ ട്രാക്കിൽ പോകുന്ന ആളാണ്, പരീക്ഷണമില്ല. പക്ഷെ അതിൽ 80% വിജയങ്ങൾ തന്നെയല്ലേ? വിജയം മാത്രം നോക്കി കാര്യമല്ലോ, വിജയത്തിൽ മാത്രമല്ല കാര്യം. പടം നന്നായി ഓടിയോണ്ട് മാത്രം പടം നന്നാവണമില്ല. ഇപ്പൊ മമ്മൂട്ടി കഴിഞ്ഞ ഈ ഡോമിനിക്കും ബസ്സൊക്കെ ആകുമ്പോൾ എത്രയോ നല്ല റിലീസ് ചെയ്തു. ഇപ്പൊ പുള്ളിയുടെ അക്കൗണ്ടിൽ 100 കോടി രൂപ പടം കയറി വെച്ചു. എത്രയോ നല്ല വേൾഡ് ക്ലാസ് മൂവി പുള്ളി ചെയ്തു. അങ്ങനത്തെ മൂവീസ് വളരെ ചെയ്യാം. അങ്ങനത്തെ നല്ല മൂവീസ് ഇതേപോലെ മൂവിയില്ല. എന്ത് ഒരു പരീക്ഷണമില്ല, ഒന്നുമില്ല. അതിപ്പോ സിനിമ ഇറങ്ങിയാലല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇവരുടെ എല്ലാ പടവും ഒരേ ട്രാക്കിൽ പോകുന്ന സലീം കുമാർ പറഞ്ഞ പോലെ ഒരേ ബസ് റൂട്ട് പോകുന്ന വണ്ടിനെ വേറെ ഒന്നുമില്ല. മമ്മൂട്ടി പരീക്ഷണം ചെയ്യുന്നില്ല. പക്ഷേ ഈ സത്യനന്ദിക്കാരുടെ മോഹൻലാൽ പടം എന്ന് പറയുമ്പോൾ അതിനൊരു മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ട്. കൊമേഴ്സ്യൽ വിജയിക്കും, കൊമേഴ്സ്യൽ വിജയിക്കില്ല. ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു സിതാര സമീപപ്പെടുത്തിയ മിക്ക പടങ്ങളും പ്രൊഡ്യൂസറിന് കാശും കിട്ടും, നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും, മെസ്സേജും ഉണ്ടാവും. പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രൊഡ്യൂസ് ചെയ്യാനൊരു സാഹചര്യം വന്നു, കുറെ പൈസ കയ്യിൽ വന്നു, പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ചെയ്യും? എങ്ങനത്തെ ഒരു പടം ചെയ്യും? ഞാൻ ഒരു സോഷ്യൽ കമ്പനി മൂവി ചെയ്യില്ല. അപ്പൊ കാശ് പോയാലും കുഴപ്പമില്ല. ഞാൻ ലോ ബഡ്ജറ്റ് ചെയ്യും, ബിഗ് ബഡ്ജറ്റ് ചെയ്യില്ല. അപ്പൊ ലോ ബഡ്ജറ്റ് അല്ല, ആ കാശ് പോയാലും കുഴപ്പമില്ല. ശരിയാണ്. പക്ഷെ ഞാൻ പ്രൊഡക്ഷൻ അത്ര ലാഭകരമായ കാര്യമല്ല. കാരണം വളരെ കുറച്ച് പ്രൊഡ്യൂസറിന് കിട്ടും. ഈ എത്ര ഓടിയാലും അതൊരു സ്ഥലമാണ്. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊണ്ടുപോകും, തിയേറ്റർ ഓണേഴ്സ് കൊണ്ടുപോകും. അവസാനം കുറച്ചേ കിട്ടുള്ളൂ. ഈ ബോണയുടെ ആൾക്കാർ പടം മിക്ക ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അവർക്ക് എക്സ്ട്രാ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് പൃഥ്വിരാജ് മോഹൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എക്സ്ട്രാ സിനിമ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പ്രൊഡക്ഷന് ഒരു സാമ്പത്തിക അത്ര ഇതല്ല. മുലിവിന് പോലും ടോമിച്ചൻ കിട്ടിയാസനോ അധികം കിട്ടിയിട്ടില്ല. അത് വളരെ ഇത് ചെലവാക്കിയെങ്കിലും ഇതിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്.